ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തായാലും ഇന്നലെ റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസിച്ചെങ്കിലും ഇന്ന് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റി അല്ലേ. അപ്പം ഞാൻ എനിക്കൊന്ന് ഇന്നലത്തെ വീഡിയോയിലും ഇന്ന് രാവിലത്തെ വോയിസിൽ ഞാനൊരു വാചകം പറഞ്ഞായിരുന്നു. നമ്മളെന്ത് ചിന്തിക്കും എന്ന് നല്ലപോലെ അറിയാവുന്ന ആൾക്കാരാണ് ആര്? ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. അപ്പോൾ ഇന്നലെ നമുക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നൊരു ചിന്തയേ ഇല്ലായിരുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്തു? മാർക്കറ്റിനെ അവർ മുകളിലോട്ട് കൊണ്ടുപോയി. എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിരുന്നു അല്ലേ. ഗ്ലോബലി നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റാണെന്നത്. അപ്പോൾ ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഇന്നും ഇതുപോലെ സംഭവിക്കുമ്പോൾ റീറ്റെയിലേഴ്സ് എന്ത് വിചാരിക്കും? റീറ്റെയിലേഴ്സ് ഇല്ലെങ്കിലും കുറച്ച് ബുദ്ധിമതികൾ കാണും. എങ്കിലും കുറച്ച് പേരെങ്കിലും ഇന്നലത്തെ കൂട്ട് തന്നെ മാർക്കറ്റ് താഴെ, ഇന്നലത്തെ റേഞ്ച് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്, ഇന്നലെ വന്നവൾ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞ് എടുത്ത് ധാരാളം ആൾക്കാർ കാണും. അവർക്കൊക്കെ പെട്ടു. മാർക്കറ്റ് എന്ത് ചെയ്തു? കൃത്യമായി പോയി. 24,143 കഥ പറഞ്ഞിരുന്നു അല്ലേ. ഇന്നലെയും നമ്മൾ ഈ പോയിന്റിലാണ് എന്ത് ചെയ്തത്? നമുക്ക് പണി കിട്ടിയത് ഇല്ലേ. ശരിയല്ലേ. ഇന്നലെ ഞാൻ 240 ഇതേ റേഞ്ച് വന്നപ്പം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരും എന്ന് പറഞ്ഞ് വോയിസ് ഇട്ടിരുന്നു, നമ്മൾ ചാർട്ട് വിട്ടിരുന്നു. പക്ഷേ അവിടെ ശേഷം ബ്രേക്കൗട്ട് നടത്തി മുകളിലോട്ട് പോയി ഇല്ലേ. ഇന്നും അതേ പോയിന്റിലെത്തി മാർക്കറ്റ്. അതേ പോയിന്റിലെത്തി. ഇവിടെ എത്തിയപ്പം ഞാൻ പറഞ്ഞു ഇല്ലേ, ഇവിടെ എത്തിയപ്പം ഇവിടെ എത്തിയപ്പം മാർക്കറ്റ് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു ട്രേഡും താഴോട്ട് നോക്കാം എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടി ഇല്ലേ. ധാരാളം പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സാറേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രോഫിറ്റൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത്, ഞാൻ തള്ളുവന്ന് നിങ്ങൾക്ക് തോന്നരുത്. ദിലീപ് പറഞ്ഞ പോലെ ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കുന്ന പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും ഇങ്ങനെ സാറെന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്രൂപ്പിലിടുമ്പോൾ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കില്ല. ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, ഒരു ജോക്കിന് വേണ്ടി അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം എന്താ സംഭവിച്ചത്? കൃത്യമായിട്ട് നമുക്ക് അവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി, ഇന്നലെ അതേ ഓപ്പർച്യൂണിറ്റി അത് വീണ്ടും നമ്മൾ ആവർത്തിച്ചു അല്ലേ. കാരണം നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് അവിടെ, നമ്മുടെ ലെവലിനകത്ത് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്, നമ്മുടെ സ്റ്റഡിക്കകത്ത് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട് അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഠിപ്പിച്ച കാര്യം, നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച കാര്യമാണ് നമ്മുടെ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള വ്യത്യാസവും. അത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു കൺഫർമേഷൻ എടുക്കുന്നതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് കൂടെ ആയിരുന്നു ഇന്ന് ഇല്ലേ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അത് വെച്ച് ട്രേഡ് എടുത്തവർ എൻ്റെ എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ കൺസിഡർ ചെയ്ത് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തോന്നിയിടുകയാണെങ്കിൽ കൊള്ളാം. ഓക്കെ. അപ്പോൾ ഇനിയും നമ്മൾ എന്താ സംഭവിക്കും? അപ്പോൾ നമുക്ക് കിട്ടി, മാന്യമായ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഞാനും 24,000 വരെ വരുമെന്ന് പ്രതീക്ഷിച്ചു കേട്ടോ. 24,000, 23,950 എത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു ബൈ പ്രഷർ ആക്റ്റീവായി മാർക്കറ്റ് എന്തായാലും ക്ലോസ് ചെയ്തത് ഇന്നത്തെ ഓപ്പണിങ്ങിൻ്റെ താഴെയാണ്. റെഡ് ക്യാൻഡിലാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്താണ്? അപ്പോൾ നമ്മൾ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ട്രംപിൻ്റെ ഒരു സ്പീച്ചുണ്ട്. നാളെ വൈകുന്നേരം ട്രംപിൻ്റെ ഒരു സ്പീച്ചുണ്ട്. അപ്പോൾ എന്താണ് പിരിവെട്ടി പുള്ളി പറയുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അപ്പം കൂടുതൽ അഗ്രസീവായിട്ട് പുള്ളി സംസാരിക്കുമോ അതോ സോഫ്റ്റ് രീതിയിലാണ് സംസാരിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം മാർക്കറ്റ് വെയിറ്റിംഗ് ആണ് പുള്ളിയുടെ കാരണം ലോക നേതാവല്ലേ, ലോക പോലീസിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ലോകത്തോട് സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചലനങ്ങൾ മാർക്കറ്റിലുണ്ടാകും. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് എപ്പോഴും ഒരു ഇവൻ്റ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. ഇപ്പോൾ കുറച്ച് മുന്നേ 6 മണിയായപ്പം US ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ എല്ലാം കുറവാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ആ ഡേറ്റ വിശ്വസിക്കുന്നില്ല. അതൊരു തള്ളിമറിക്കലാണോ അല്ലെ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഡേറ്റയാണോ എന്ന് സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഓയിൽ പ്രൈസ് കൂടി കഴിഞ്ഞ 3 മാസമായിട്ട് ഫെബ്രുവരി 28 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രൈസ് ക്രമാതീതമായിട്ട് $70, $80 മുകളിലാണ് ഇല്ലേ. ഇപ്പോൾ $81 നിൽക്കുന്നത്. $70 മുകളിലാണ്. $50, $55 സാധനമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എങ്ങനെയാണ് ഒരു മന്തും ഒക്കെ ക്വാർട്ടർലി ഒക്കെ ഒരു
ഇൻഫ്ലേഷൻ കുറഞ്ഞ ഒരു ഫിഗർ വരുന്നതെന്നുള്ളത് അതിലെനിക്ക് സംശയമുണ്ട്. എൻ്റെ മാത്രം സംശയമാണ്. ദൈവത്തോട് നിങ്ങൾ എന്നെ പൊങ്കാലയിടല്. എനിവേ, എന്തായാലും ഇതെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ നോക്കിക്കേ, അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം US ഫ്യൂച്ചർ ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ US ഡൗ ജോൺസ് ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് US ഫ്യൂച്ചർ ഞാനൊന്ന് ഓപ്പൺ ആയി കാണിക്കാം. US ഫ്യൂച്ചർ ഈ ഇൻഫ്ലേഷൻ ഡേറ്റ വന്ന് നെഗറ്റീവാണ്, കുറവാണെന്ന് കണ്ടപ്പം ചാടി ഒറ്റയടിക്ക് 200 പോയിൻ്റ് മുകളിൽ പോയി. ഇവിടെ എത്ര നോക്കിക്കേ, 52,250 നിന്ന് 52,650 പോയി. 250, 350, 450, 550, 650, 400 പോയിൻ്റ് ഒറ്റയടിക്ക് ഗ്യാപ്പ് അപ്പിൽ കയറി. ഓക്കെ, എന്നിട്ട് ആശാൻ പോയ പോലെ തന്നെ നേരെ തിരിച്ചു വരുന്നുണ്ട്. ഉണ്ടല്ലേ, 600 പോയിൻ്റ് മേലോട്ട് കയറിയിട്ട് ഇപ്പോൾ 639 നിന്ന് ഇപ്പം 369 ഏകദേശം 300 പോയിൻറ്റിനടുത്ത് ഇപ്പോൾ ഓൾറെഡി വീണു. മനസ്സിലായി? ഇതാണ് കഥ. ഇനി ഇതെവിടെ വരെ വരും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. നമ്മുടെ അമ്മായി, നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഇതുപോലെ തന്നെ ചാടി കയറി മേലോട്ട് പോയി. ഇൻഫ്ലേഷൻ ഡേറ്റ അമേരിക്കയുടെ വന്നപ്പോഴത്തേക്കും ചാടി മേലോട്ട് കയറിയപ്പം എടുത്തവരുടെയൊക്കെ മനസ്സിലൊരു താളം തുടി കൊട്ടി. എങ്കിലും നാണ്ട പോയ പോലെ തന്നെ സാധനം വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പം നിലവിൽ ഓടുന്നത് 24,000-ന് താഴെ. അപ്പോൾ ഇതൊക്കെയാണ് കഥ. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കയ്യിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ, ഓക്കെ, ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമ്മളതിനെ കീറി മുറിക്കുക. ഇത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുമോ? ഇതിനോട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ ഡേറ്റ വിശകലനം ചെയ്യുമ്പോൾ നമുക്കെന്താണ് മനസ്സിലാകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുക. ഓക്കെ, മനസ്സിലാക്കുക. ഇതൊക്കെയാണ് മാർക്കറ്റ്. അപ്പം മാർക്കറ്റിലെ ചലനങ്ങളും വരുന്ന ഡേറ്റകളും ഇവൻറ്റുകളും കിട്ടുന്ന ന്യൂസുകളും ഒക്കെ നമ്മൾ വിശകലനം ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തണം. മനസ്സിലായോ പറഞ്ഞ്? നമ്മളൊരു കൺക്ലൂഷനിലെത്തിയതിന് ശേഷം അതിനെ വിശകലനം ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിനെ നമ്മൾ കാണുന്നത് എപ്പോഴും വൈഡ് ആംഗിളിൽ വേണം കാണാൻ. നമുക്ക് ഈ നഷ്ടം പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് ക്യാപിറ്റലാണ്. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ വെരി ലിമിറ്റഡ് ക്യാപിറ്റലാണ്. അപ്പോൾ ആ ക്യാപിറ്റലിനകത്ത് നിൽക്കുന്ന സ്ട്രൈക്കുകളോ പ്രൈസിലോ ഉള്ള പ്രീമിയമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ഒരു പരാധീനതയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അത് നമ്മുടെ പരാധീനതയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സ്ട്രൈക്ക് മേടിക്കും. ഒരു പക്ഷേ ഒരു ദിവസം ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ പൈസ ഉരുകിത്തീരും. പിന്നെ നമ്മൾ എത്ര തിരിച്ചു പിടിച്ചാലും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കഴിവതും നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്പയറി മാറി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ കൂട്ടുള്ള സിനാരിയോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഓവർകം ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഗ്രൂപ്പിൽ പോയിട്ട് കഴിഞ്ഞപ്പം ഇന്നലത്തെ അത് റിക്കവർ ചെയ്ത് ഓൾമോസ്റ്റ് ആൾക്കാർ അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നലെ വൈകുന്നേരം എന്നോട് പലരും ചോദിച്ചു, സാറേ പി ഹോൾഡ് ചെയ്യട്ടെ. എനിക്ക് ഒരിക്കലും നിങ്ങളോട് ഡയറക്റ്റായിട്ട് പി ഹോൾഡ് സി ഹോൾഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ തള്ളിമറിക്കുകയല്ലേ, നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ സ്ഥിരമായി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വരികൾക്കിടയിൽ, ഞാൻ പറയുന്ന വാക്കുകൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലപോലെ എന്നെ വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് ചെയ്യുക. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും ദൈവമല്ല, നമ്മുടെ നിഗമനങ്ങൾ എപ്പോഴും ശരിയാകണം നിർബന്ധമില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റാണ്. ദൈവം തമ്പുരാനും സ്റ്റോക്ക് മാർക്കറ്റും അല്ലാതെ മൂന്നാമതൊരു വ്യക്തിക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്ന ഒരിക്കലും പ്രയോജിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെപ്പോഴും സംസാരിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റീസ്, സാധ്യതകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഇന്നലെ നമ്മൾ സാധ്യത പറഞ്ഞു, അത് പരാജയപ്പെട്ടു. പക്ഷേ ആ സാധ്യത നമ്മൾ വീണ്ടും ഇന്നും അത് എടുത്തു, സംഗതി വിജയിച്ചു. എന്തായാലും ഇന്നലത്തെ നഷ്ടങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് നഷ്ടം മാറി ലാഭം നേടാൻ നിങ്ങൾക്ക് പറ്റി. ഓക്കെ, അപ്പോൾ ഇനി സോറി അപ്പോൾ നമ്മൾ ഇനി എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ്? നമ്മളിതിനെ മിഡ് ക്യാപ്പിനെ കൂടെ നമ്മളിന്ന് ജസ്റ്റ് ഞാൻ വിശകലനം ചെയ്യണം. ഇന്ന് ഞാൻ മിഡ് ക്യാപ്പിലാണ് ട്രേഡ് ചെയ്തായിരുന്നു. അപ്പം നമ്മൾ മിഡ് ക്യാപ്പിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മിഡ് ക്യാപ്പിനെ ഇവിടെ നിൽക്കട്ടെ, നിഫ്റ്റിയുടെ പറഞ്ഞു തീർന്ന ശേഷം മിഡ് ക്യാപ്പ് പറയാം, അല്ലെങ്കിൽ പിന്നെ ഇതിനിടയിൽ കൂടെ എല്ലാം കൂടെ കൺഫ്യൂഷൻ. അപ്പോൾ ഇനി നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ്, എന്താണ് നിഫ്റ്റിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? നിഫ്റ്റി സംഭവിക്കാൻ പോകുന്നത് നാളെ നമുക്ക് 24,000 ക്രൂഷ്യലാണ്. 24,000 നിലനിർത്തുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളിപ്പോൾ നോക്കിക്കേ, നിഫ്റ്റിയും ഫ്യൂച്ചറും തമ്മിൽ ഏകദേശം 30 പോയിൻറ്റിൻ്റെ അകലം ഇപ്പം നിലവിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്കിലും നിഫ്റ്റി നോക്കിക്കേ, സോറി 24,022 ഫ്യൂച്ചർ ഓടുന്നത്. പക്ഷേ ഫ്യൂച്ചറിനേക്കാളും മുകളിലാണ് സ്പോട്ട് ഓടുന്നത്. അപ്പോൾ ഇത് എന്താ സൂചിപ്പിക്കുന്നത്? ഇതൊരു വീക്ക്നെസ്സിനാണ്, വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീക്ക്നെസ്സിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഞാൻ പറഞ്ഞു, നാളെ ട്രംപിൻ്റെ ആ സ്പീച്ച് കഴിയുന്നിടം വരെ മാർക്കറ്റ് ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും.
ഹൈ വോളറ്റാലിറ്റി ആയിരിക്കും. ഭയങ്കര അത് എന്താണെന്നുള്ളത് മാർക്കറ്റ് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഒരു കൃത്യമായ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതുവരെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ഓരോ ന്യൂസുകൾ വരുമ്പോൾ അതിൻ്റെ പുറകെയായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പം നാളെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. 24,000 എന്ന സംഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. 24,000 പൊട്ടി താഴെ വരുവാണെങ്കിൽ 23,916 എന്ന് പറയുന്ന പഴയ നമ്മുടെ ഒരു ലൈൻ കിടപ്പുണ്ട്, ഒരു ടെമ്പററി ലൈൻ. അതിനുശേഷം 23,800 ഇതായിരിക്കും നമുക്ക് താഴോട്ടുള്ളത്. മുകളോട്ട് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 24,143 കടന്നേ ഒക്കൂ. മനസ്സിലായി പറഞ്ഞാൽ നമുക്കിവിടെ ടെമ്പററി ഉണ്ട് 24,080 ഉണ്ട് എങ്കിലും 24,143 കടക്കാതെ നമുക്ക് മുകളോട്ട് ഒരു കൺഫർമേഷൻ നമുക്കില്ല മുകളോട്ട് ട്രേഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ 24,000 ശ്രദ്ധിക്കുക. അവിടുന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് നോക്കിയാൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അനുഭവം, ഇന്നത്തെ അനുഭവം കൂടെ ചേർത്ത് നിങ്ങൾക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങൾ കാണും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനിയും ബാങ്ക് നിഫ്റ്റി വരാം. ബാങ്ക് നിഫ്റ്റി ഇന്ന് പറയുന്ന പോലെ തന്നെ ഇന്നലെ പൊട്ടിയ പോലെ തന്നെ പൊട്ടി വീണ്ടും നമ്മളുടെ ഈ 56,759-നും 830 ഇടയ്ക്ക് മാർക്കറ്റ് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് മൊമെൻറ്റം പറഞ്ഞെങ്കിൽ 830 ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ താഴോട്ട് തിരിച്ച് വന്ന് 759 സപ്പോർട്ട് തിരിച്ച് പോകുമോ താഴോട്ട് ഇറങ്ങുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക. കൂടുതലൊന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഓക്കെ, നമുക്ക് മിഡ് ക്യാപ്പിനെ പറ്റി എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ ഡെയിലി ക്യാൻഡിലോട്ട് വരാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഓൾ ടൈം ഹൈ അടിച്ചു ഇല്ലേ? ഇത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോഴും നമ്മുടെ മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ അടിച്ചു. ആ ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്കിവിടെ ഉണ്ട്, നിലവിലുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ കിടന്ന 13,000-ൽ കിടന്ന ഈ മിഡ് ക്യാപ്പിനെ ഉന്തിത്തള്ളി കൊണ്ടുപോയ ഒരാളാണ് ഈ BSE. ഓക്കെ, ഈ BSE ഒറ്റ ഒരുത്തനാണ് ഈ മിഡ് ക്യാപ്പിനെ ഉന്തിത്തള്ളി ഇത്രയും മോളിൽ കൊണ്ടുപോയത്. ഓക്കെ, ഇനിയിപ്പം വരും ദിവസങ്ങളിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് BSEക്കകത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ മിഡ് ക്യാപ്പ് വീണ്ടും തിരിച്ച് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 14,590. ഈ 14,590 എന്ന് പറയുന്നത് ഈ മെയിൻ ലൈൻ ഉണ്ടല്ലോ, ഈ മെയിൻ സംഭവം ബ്രേക്ക് ചെയ്ത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വീണ്ടും നമുക്ക് 14,300-ഉം 14,200-ഉം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നത് ഓൾ ടൈം ഹൈ നിൽക്കുന്നതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന HDFC, AMC, കോഫോർജ് ഇവരെല്ലാം നല്ല മൊമെൻറ്റത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ്. ഓക്കെ, ഇതൊക്കെ HDFC, AMC ഒക്കെ 2,300 കടന്ന സാധനമാണ്. അത് 2,700-ലെത്തി. കോഫോർജ് നിങ്ങൾക്ക് അറിയാം 1,100, 1,200 കടന്നാണ്, അതൊക്കെ 1,500-ലെത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മിഡ് ക്യാപ്പ് തിരിച്ച് താഴെ വരും. നിങ്ങൾ നാളെ ട്രേഡ് ചെയ്യുന്നവർ, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഈ ഓൾ ടൈം ഹൈ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഈ പറയുന്ന 14,865, 850 റേഞ്ച് നിങ്ങളുടെ മനസ്സിലിരിക്കണം. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ കുറച്ച് സൂക്ഷിച്ച് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. BSE നിങ്ങൾ നോക്കുക. ഡിക്സണൊക്കെ 1,500 കടന്നതാണ്, ഇപ്പോൾ 13,325 എത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഇനിയിപ്പം മറ്റന്നാൾ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോളറ്റാലിറ്റിയോടെ കാണും. എനിവേ, എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൃത്യമായി ഒരു ഡയറക്ഷൻ കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എല്ലാവരും നിങ്ങൾ കാത്തിരുന്ന് ട്രേഡ് എടുക്കാൻ ശീലിച്ചു. കാത്തിരുന്ന് ഞങ്ങൾ ആ പോയിന്റിൽ വന്നിട്ട് ഞങ്ങൾ ട്രേഡ് എടുത്തുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെങ്കിലും ഒരു മാറ്റം എനിക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതാണ് വലിയ ഉപകാരം, വലിയ കാര്യമാണ്. ഓക്കെ, ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നു അല്ലേ? ചാടി കയറി വന്ന് തോന്നിടത്തിട്ട് ട്രേഡ് എടുത്ത് നിങ്ങൾ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ലെവലുകൾക്ക് വേണ്ടി കാത്തിരുന്ന് ആ പോയിന്റിൽ എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുക്കാൻ നിങ്ങൾ ശീലിച്ചു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചലനമാണ് അല്ലേ? അപ്പോൾ ഇനി ആ ചലനം തുടർന്ന് മുന്നോട്ട് പോവുക. വ്യക്തമായി കൃത്യമായി നിങ്ങൾക്ക് ഒരവസരം കിട്ടുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. മാന്യമായി കിട്ടിയാൽ അത് വെച്ചൊഴിഞ്ഞ് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. വേറെ കൂടുതലൊന്നും പറയാനില്ല. നാളെ മുതൽ നമ്മുടെ ഇന്ത്യ UK ട്രേഡ് കരാർ നിലവിൽ വരികയാണ്. ധാരാളം സാധനങ്ങൾക്ക് എക്സംഷൻ ഉണ്ട്, ഡ്യൂട്ടി എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ ഹോർമൂസിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്, സമവായം ഉണ്ടോ, വീണ്ടും അഗ്രഷനാണോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിലെ ന്യൂസുകൾ നിങ്ങൾ വാച്ച് ചെയ്യുക. നിലവിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും
24,000-ലെത്തി. ആര്? നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 24,000-എത്തി. അപ്പോൾ നമുക്ക് നോക്കാം, നാളെ 23,810 വല്ലോ ഏരിയയിൽ വല്ലോ ആണ് ഗിഫ്റ്റ് നിഫ്റ്റി വരുന്നെങ്കിൽ വീണ്ടും നാളെ നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ വീണ്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാത്രിയിൽ നിങ്ങൾ ഫ്യൂച്ചറിനെ US-ൻ്റെ ഫ്യൂച്ചറോട് നോക്കുക. ഫ്യൂച്ചർ ഈ പറഞ്ഞ പോലെ തന്നെ ആടിക്കളിച്ച് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. ഡൗ ജോൺസ് ഇപ്പം ഓപ്പൺ ആയില്ല, ഇപ്പോൾ ഓപ്പണായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.